PV അൻവർ മലപ്പുറത്ത് മാധ്യമങ്ങളെ കാണുകയാണ്. റിദാൻ ബാസിൽ വധക്കേസിൽ ഷാൻ എന്ന പ്രതിയെ മനഃപൂർവ്വം കുടുക്കിയതാണെന്നുള്ള കാര്യം PV അൻവർ ആവർത്തിക്കുകയാണ്. പോലീസിലെ ചില പുഴുക്കുത്തുകളാണ് ഇതിന് കാരണമെന്നും PV അൻവർ പറയുകയാണ്. ഇക്കാര്യം ഇതേ എടവണ്ണ കൊലക്കേസിന്റെ കാര്യം PV അൻവർ നേരത്തെയും പറഞ്ഞതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ DIGക്ക് മൊഴി നൽകാൻ പോവുകയാണ് എന്ന് PV അൻവർ പറയുന്നു. ഇന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. പക്ഷേ PV അൻവർ പോലീസിനെതിരെ ഉന്നയിച്ച കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഉന്നയിച്ച കാര്യങ്ങളും പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. MR അജിത് കുമാറിന് എതിരെ PV അൻവർ ഉന്നയിച്ച പരാതി അത് ഭരണതലത്തിൽ അന്വേഷിക്കുന്നുണ്ട്, DGP അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം എന്തെങ്കിലും പരാമർശമുണ്ടെങ്കിൽ അക്കാര്യത്തിൽ പരിശോധന നടത്താമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ കാര്യത്തിലാകട്ടെ MV ഗോവിന്ദൻ ഇന്ന് പറഞ്ഞത് ആ പരാതിയിൽ PV അൻവർ നൽകിയ പരാതിയിൽ P ശശിയുടെ പേരില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളിലും P ശശിയുടെ കാര്യത്തിലും MR അജിത് കുമാറിന്റെ കാര്യത്തിലും ഒരു തരത്തിലുള്ള പാർട്ടി പരിശോധനയും ഉണ്ടാവുകയില്ല. അതുമാത്രമല്ല, ഭരണതലത്തിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം ഒരു പ്രഹസനമാണ് എന്നുള്ള കാര്യം ഇതിനകം തന്നെ വ്യക്തമായതാണ്. DGPയുടെ മേൽനോട്ടം മാത്രം. അതേസമയം MR അജിത് കുമാറിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് ഈ വിഷയം അന്വേഷിക്കുന്നത്. അതിനിടെ ഒരു വിചിത്രമായ നിർദ്ദേശവും ഇന്ന് MR അജിത് കുമാർ നൽകിയിരിക്കുകയാണ്. ഈ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ നേരിട്ട് DGPക്ക് തന്നെ റിപ്പോർട്ട് നൽകിക്കോട്ടെ എന്ന്. അതിന് MR അജിത് കുമാറിന് ശുപാർശ ആവശ്യമില്ല. എന്ത് തരത്തിലുള്ള ഡീലാണ് ഈ സൂപ്പർ മുഖ്യമന്ത്രിമാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭരണതലത്തിൽ നടന്നിട്ടുള്ളത് എന്നതാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ശ്രീ ജേക്കബ് ജോർജ് പങ്കെടുക്കുന്നുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, അൻവർ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ ആ കാര്യം തന്നെയാണ്. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ് ആ വാർത്താ സമ്മേളനം കാണിച്ചുകൊണ്ടേയിരുന്നത്. അദ്ദേഹം മറ്റു കാര്യങ്ങളിലേക്കും വരുമായിരിക്കും സ്വാഭാവികമായും. കാരണം അദ്ദേഹം തുടക്കത്തിൽ ആ എടവണ്ണ കൊലക്കേസിന്റെ കാര്യം പറഞ്ഞു വരികയാണ്. ഇന്ന് MV ഗോവിന്ദൻ പറഞ്ഞ കാര്യം ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണല്ലോ, ഒരു തരത്തിലുള്ള പാർട്ടി പരിശോധനയും ഉണ്ടാവുകയില്ല എന്ന്. P ശശിയുടെ കാര്യം P ശശിക്ക് ജാഗ്രത വേണ്ടതായിരുന്നു. അതേപോലെയുള്ള P ശശിക്കെതിരെയും ഗൗരവമേറിയ ആരോപണങ്ങളാണ് PV അൻവർ ഉന്നയിച്ചിരുന്നത്. ഇന്ന് അദ്ദേഹം അത് ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല, ആ വിഷയം വന്നിട്ടുമില്ല. പക്ഷേ ശശിക്കെതിരെ അൻവർ എഴുതിയ പരാതി ഗോവിന്ദൻ മാഷ്ക്ക് കൊടുത്തിട്ടില്ലെന്നല്ല എൻ്റെ സൂചന. എന്തൊക്കെയാണെങ്കിലും ശശിയെക്കുറിച്ചുള്ള ഒരു പരാതി പാർട്ടിക്ക് CPM നേതൃത്വത്തിന് കിട്ടിയിട്ടില്ല. അല്ലാതെ തന്നെയല്ല, പാർട്ടി തലത്തിൽ അൻവർ എവിടെ നിൽക്കുന്നു? അദ്ദേഹം പാർട്ടി അംഗമേ അല്ല. പാർട്ടി അംഗമോ പ്രാദേശിക തലത്തിൽ അംഗത്വം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു സ്വതന്ത്രനായിട്ടാണ് അദ്ദേഹം MLA ആയത്. ഇടതുപക്ഷ CPM സ്വതന്ത്രനായിട്ടാണ് അദ്ദേഹം MLA ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെയുള്ളൊരു MLA ഇരിക്കുന്നു. സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ശശി ഇവിടെ നിൽക്കുന്നു. അപ്പോൾ ശശിക്കെതിരെ ഒരു പ്രോട്ടോകോളൊക്കെ ഉണ്ടല്ലോ, അതായിരിക്കാം. അല്ല, ഞാൻ ശശി ഉന്നയിച്ച കാര്യങ്ങളുടെ മെറിറ്റ് പരിശോധിക്കാൻ പാർട്ടിക്ക് അത്ര കുഴപ്പമുണ്ടോ എന്ന് തോന്നുന്നില്ല. അത് P ശശിയുടെ കാര്യത്തിലാണെങ്കിലും ഇതെല്ലാം ചെന്നുകൊള്ളുന്നത് പാർട്ടിക്ക് തന്നെയാണല്ലോ. കാരണം പാർട്ടി നിയോഗിച്ച ആളാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയാണ് ആരോപണം. പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് P ശശി. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗം തന്നെയാണ്. MR അജിത് കുമാർ ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ട് പാർട്ടി പരിശോധന ഇല്ല എന്ന് പറയുമ്പോൾ ഈ MR അജിത് കുമാർ സൂപ്പർ മുഖ്യമന്ത്രിയായി ഇത്രയും നാൾ വിലസിയതിന്റെ ദോഷം ആർക്കാണ്? മുഖ്യമന്ത്രിക്കാണ്. മുഖ്യമന്ത്രിക്ക് ദോഷം എന്ന് പറയുമ്പോൾ അത് പാർട്ടിക്കാണ്. അപ്പോൾ പരിശോധന നടത്തുന്നതിന് അങ്ങനെ ഉദ്യോഗസ്ഥനാണ് എന്നുള്ള വ്യത്യാസമൊന്നും പാർട്ടിക്ക് ഉണ്ടാവേണ്ടതില്ല. പക്ഷേ ഇപ്പോൾ വലിയ ഡാമേജ് പാർട്ടിക്കും ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കും ശശിക്കും സർവോപരി MR അജിത് കുമാറിനും കിട്ടിയിരിക്കുന്നു. യാതൊരു സംശയമില്ല. ഞാൻ ആ ഒരു പക്ഷക്കാരനാണ്. അതിന് ആ ഒരു ഡാമേജ് ഒഴിവാക്കാൻ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടിട്ട് അത്യാവശ്യം ഒരു ഫയർ ഫൈറ്റിംഗ് ഏർപ്പാട് ചെയ്യേണ്ടിയിരുന്നു. അത് അദ്ദേഹം ചെയ്തിട്ടില്ല. ആ ഒരു ഫയർ ഫൈറ്റിംഗ് ഏർപ്പാടാണല്ലോ ശ്രീ ഡോക്ടർ B ജയരാജ് ഈ അന്വേഷണം എന്ന് പറയുന്നത്. പക്ഷേ ആ അന്വേഷണത്തിൽ ആർക്കും വിശ്വാസമില്ല. എനിക്ക് തോന്നുന്നില്ല പാർട്ടി പ്രവർത്തകർക്ക് പോലും അങ്ങനെ ഒരു അന്വേഷണം എന്തിനാണ് നടത്തുന്നത്, ഈ MR അജിത് കുമാറിനെ ആ പദവിയിൽ വെച്ചുകൊണ്ട് എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉണ്ടാവുന്നതാണ്. അപ്പോൾ പറയും ഒരു റിപ്പോർട്ട് വേണ്ടേ, എന്നാലല്ലേ നടപടിയെടുക്കാൻ പറ്റുകയുള്ളൂ എന്ന്. ഈ ADGP പദവിയിൽ ഒരു വ്യത്യാസവുമില്ല, ഈ MR അജിത് കുമാറിന്റെ പവറിൽ ഒരു വ്യത്യാസവുമില്ല. ദൈനംദിന കാര്യങ്ങൾ അദ്ദേഹം നിർവഹിച്ചു പോരുന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ, പോലീസ് തലത്തിൽ യോഗങ്ങളിൽ പങ്കെടുക്കുന്നു. അപ്പോൾ MR അജിത് കുമാറിന്റെ സ്വാധീനം അവിടെ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ എന്ത് അന്വേഷണം നടത്തിയിട്ട് എന്ത് കാര്യമാണ് ഉള്ളത്? അപ്പോൾ ഇത്തരം അന്വേഷണം നടക്കുമ്പോഴും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതറിയാൻ വയ്യാത്തവരല്ലല്ലോ CPM എന്ന വലിയ പാർട്ടിയും മുഖ്യമന്ത്രി പിണറായി വിജയനും. മഞ്ജുഷ്, ഇതിനകത്ത് നമ്മൾ കാണേണ്ടുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ വിഷയം ഉന്നയിച്ചിട്ട് അൻവർ ഉന്നയിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആരോപണം
ആരോപണ വിധേയനായിട്ടുള്ളത് സുജിത് ബാബു IPS ആയിരുന്നു. സുജിത് ദാസ് ബാബു IPSന് എക്കോ കേൾക്കുന്ന കേട്ടോ. അത് ശരിയേക്കാം. സുജിത് ദാസ് ഒന്ന് ക്ലിയർ ചെയ്യണം, സംസാരിക്കുന്നത് വീണ്ടും തിരിച്ചു ശരി. സുജിത് ബാബുവിന് സസ്പെൻഡ് ചെയ്തു. ദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ ADGPക്കെതിരെ 4 അതിനു മുമ്പ് തന്നെ ഏറ്റവും ആദ്യം സുജിത് ദാസ്. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ക്ലിയർ ആവുന്നില്ല, എനിക്ക് പറയാൻ പറ്റുന്നില്ല. പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല, ശരിയാക്കാം, താങ്കൾ പറഞ്ഞോളൂ. ഓക്കെ, ഇതിനകത്ത് രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ തന്നെ, ഈ ഒരു വിസിൽ ബ്ലോയിങ് ഉണ്ടായപ്പോൾ തന്നെ ആദ്യം മുഖ്യമന്ത്രി ചെയ്തത് IPS ഉദ്യോഗസ്ഥർ, സംസ്ഥാനത്തെ സീനിയർ IPS ഉദ്യോഗസ്ഥരുടെ അടിയന്തരമായി ഒരു യോഗം വിളിച്ചു കൂട്ടുകയാണ് ചെയ്തത്. അതിനുശേഷം അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചു. അന്വേഷണം പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് വി കനോട്ട് ജമ്പ് ഇൻ ടു കൺക്ലൂഷൻ. ഒരാളൊരു ആരോപണം, അതായത് അയാളുടെ പ്രൊസീഡിങ്സ് നമ്മൾ പരിശോധിച്ചിട്ട് മാത്രമേ അയാളുടെ ആരോപണങ്ങളിലെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞിട്ട്, അത് പ്രത്യേകിച്ച് ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ഒരാളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം വേണമെന്നൊക്കെ നമുക്ക് തത്വത്തിൽ വേണമെങ്കിൽ പറയാമെങ്കിൽ പോലും ആ അന്വേഷണം നടത്തുന്നത് DGP നേരിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ അതിന് SP റാങ്കിലുള്ള IPS ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ അന്വേഷണ റിപ്പോർട്ട് DGPക്ക് കൊടുക്കേണ്ടുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് വരികയാണെങ്കിലും SI ആണെങ്കിലും CI ആണെങ്കിലും പോലീസുകാരാണല്ലോ അന്വേഷിക്കുന്നത്. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഡോക്ടർ B ജയരാജ്, ശരി, അന്വേഷണം നടക്കട്ടെ, ഇതിനു മുൻപും ഇതേ ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടന്നിട്ടുണ്ട്. അന്ന് അദ്ദേഹം വിജിലൻസിന്റെ മേധാവിയായിരുന്നു. ADGP പോസ്റ്റാണ് ഉണ്ടായിരുന്നത്, പക്ഷെ വിജിലൻസിന്റെ മേധാവിയായിരുന്നു. ഇത്രയും ഈ ലോ ആൻഡ് ഓർഡർ ഈ ഒരു വലിയ പദവിയില്ലായിരുന്നു എന്നേ ഉള്ളൂ. ആ വിജിലൻസ് മേധാവിയായിരുന്ന സമയത്ത് ഈ സ്വർണ്ണക്കടത്ത് കേസ് അന്ന് കത്തി നിൽക്കുന്ന സമയത്ത് ഒരു ഇടപെടൽ നടത്തുകയുണ്ടായി MR അജിത് കുമാർ. ഷാജ് കിരൺ എന്ന ഒരു വ്യക്തി വഴി, അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയായിരുന്നു, സ്വപ്ന സുരേഷ് ഇങ്ങനെ മൊഴി നൽകരുത് മുഖ്യമന്ത്രിക്ക് എന്ന രീതിയിൽ ഒരു ഇടപെടൽ അവിടെ നടത്തുവാൻ ശ്രമിച്ചു. അത് വലിയ വാർത്തയായി. സ്വപ്ന സുരേഷ് ഇത് വെളിപ്പെടുത്തുന്നു, ശബ്ദ സന്ദേശങ്ങൾ വെളിയിൽ വരുന്നു, വാട്സപ്പ് ചാറ്റുകൾ വരുന്നു. ഇതൊക്കെ വന്ന സമയത്ത് അന്നും സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് നഷ്ടമുണ്ടായിരുന്നു. അന്വേഷണം നടന്നു. അന്വേഷണ റിപ്പോർട്ടിൽ വന്നത് എന്താണ്? ഇന്റലിജൻസ് റിപ്പോർട്ടായിരുന്നു അന്ന്. അതിൽ വന്നത് MR അജിത് കുമാർ തെറ്റുകാരനാണെന്നാണ്. അതുകൊണ്ട് വിജിലൻസ് മേധാവി സ്ഥാനം തെറിച്ചു. 4 മാസത്തിന് ശേഷം എന്താണ് ഉണ്ടായത്? അതിനേക്കാൾ വലിയ പദവിയിൽ സർവ്വപ്രതാപത്തോടും കൂടി MR അജിത് കുമാർ വരികയാണ്. അപ്പോൾ ഈ ഒരു സംശയം കിടപ്പുണ്ട്, എങ്ങനെ അതിന് സാധിച്ചു എന്ന്. അപ്പോൾ അവിടെ ഒരു ഡീൽ നടന്നോ എന്നുള്ള സംശയമുണ്ട്. ഈ സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് ഒരു വലിയ ഡീൽ നടത്തി സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും സംരക്ഷിച്ചു. അങ്ങനെ ഒരു വലിയ സഹായം ചെയ്തു കൊടുത്തയാളെ എങ്ങനെ മാറ്റാൻ പറ്റും? അതുമാത്രമല്ല, പല രഹസ്യങ്ങളും MR അജിത് കുമാർ വഴി വെളിയിൽ വന്നാലോ? ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്ന സംശയമാണ്. അപ്പോൾ അത് ദൂരീകരിക്കേണ്ടത് ആരാണ്? ഉടൻ തന്നെ നടപടിയെടുത്തുകൊണ്ടുള്ള ദൂരീകരണം നടത്തേണ്ടത് മുഖ്യമന്ത്രിയാണ്, സർക്കാരാണ്. ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ പലതരത്തിലുള്ള കഴിഞ്ഞ 3 ദിവസമായിട്ട് നടക്കുന്ന മാധ്യമ വിചാരണ എന്ന് തന്നെ പറയാം. ആ മാധ്യമ വിചാരണ നമ്മൾ കാണുന്നുണ്ട്. അതിനകത്ത് നമ്മൾ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ വെള്ളം കലക്കിയിട്ട് മീൻ പിടിക്കാൻ ശ്രമിക്കുന്നത് ആദ്യമായിട്ടാണ്. അല്ലെ തോട്ട പൊട്ടിച്ചിട്ട് മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഞാൻ ന്യൂസ് 18നെ കുറിച്ചല്ല പറയുന്നത്, മറ്റ് പല ചാനലുകളും ഇന്ന് രാവിലെ വിട്ട ന്യൂസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സുപ്രധാന ചാനൽ തൊട്ട വാർത്തയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാനത് കണക്ട് ചെയ്ത് പറഞ്ഞത്. അങ്ങനെയുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. അതായത് കേന്ദ്ര ഏജൻസികളെല്ലാം കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും സംസ്ഥാന ഏജൻസികളെല്ലാം കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഒരു തരത്തിലുള്ള ലിങ്കും സ്വർണ്ണക്കടത്തുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല സർക്കാരിനെതിരെ. ആകെപ്പാടുള്ളത് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിന്റെ പേരിൽ നടപടിയെടുക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ആരും ഇതിനകത്ത് ഡീൽ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാവുകയും ഈ സ്വർണത്തിന്റെ സോഴ്സ് എങ്ങോട്ടാണ് വന്ന സ്വർണം ഡിപ്ലോമാറ്റ് വഴി കടത്തി, ആ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി വന്ന സ്വർണം ആർക്കാണ് പോയതെന്ന് പോലും ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വന്നു എന്നുള്ളത് വാസ്തവമാണ്, പക്ഷേ അത് എവിടെയാണ് എത്തിയതെന്നുള്ള കാര്യം പോലും വളരെ കൃത്യമായിട്ട് ഒരു ഘട്ടത്തിലും MR അജിത് കുമാറിന് ഒരു തരത്തിലുള്ള ഒരു ഇൻവോൾവ്മെന്റും ഇല്ല. അദ്ദേഹത്തിന് അന്വേഷണ ചുമതലയേ ഇല്ല. അംഗം പോലുമല്ല. അന്ന് വിജിലൻസിന്റെ ചുമതലയാണ് അദ്ദേഹത്തിന് ഉള്ളത്. ആ സമയത്ത് ഇത്തരത്തിലുള്ള അന്നത്തെ പ്രതികളുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഡീലിങ്സ് നടത്തണമെങ്കിൽ എന്താണ് കാര്യമെന്ന് സ്വാഭാവികമായിട്ടും ചിന്തിച്ചു പോകും. അപ്പോൾ അത് MR അജിത് കുമാറിന്റെ സ്വാധീനം, പിന്നെ ഈ ഭരണതലത്തിൽ ഇരിക്കുന്നവരോടുള്ള അഗാധമായ കൂറ്, ഇതെല്ലാം ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഡോക്ടർ B ജയരാജ്. അതിന് ഈ തെളിവുകൾ എവിടെയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇത് തന്നെയാണ് തെളിവ്.
ഇതെല്ലാം തെളിഞ്ഞ കാര്യം തന്നെയാണോ? ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പോലും വന്നുണ്ടായിരുന്നു. അതിന്റെ ബേസിലാണ് നടപടിയും ഉണ്ടായത്. VP ശ്രീ പത്മനാഭൻ, ഇപ്പോൾ ഈ MR അജിത് കുമാറിനെ ഇങ്ങനെ സംരക്ഷിക്കുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടാകുമെന്ന് ഉറപ്പാണല്ലോ. അതൊന്നല്ല, ഒന്നിലധികം കാരണങ്ങൾ പോലും ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സ്വർണ്ണക്കടത്ത് കേസിന്റെ കാര്യം. ഇത് വേറെ ആരും പറയുന്നതല്ല, PV അൻവർ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ട് ബന്ധമുള്ള ആളാണ് MR അജിത് കുമാർ എന്ന്. പിന്നെ അത് ഏത് രീതിയിൽ പ്രതിരോധിക്കാൻ പറ്റും? അല്ല, ഈ വിഷയത്തിലെ ഏറ്റവും വലിയ വിഷയം ഈ ഭരണകക്ഷിയിൽപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ഒരു സഹയാത്രികനായ MLA ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ആരോപണമാണ്, അത് അന്വേഷണം നടത്തി തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിൽ വലിയ തോതിൽ തർക്കിക്കാനൊന്നും സാധ്യമല്ല. പക്ഷേ ഈ ആരോപണം ആരാ ഉന്നയിക്കുന്നത്? ഈ രാജ്യത്തിൻ്റെ ഒരു പ്രതിപക്ഷ കക്ഷിയോ അല്ലെങ്കിൽ പത്രമാധ്യമോ ഒക്കെ ആണെങ്കിൽ ഓക്കെ. പക്ഷേ ആരോപണം ഉന്നയിക്കുന്നത് ഭരണകക്ഷി MLA ആണ്. ഇപ്പം അജിത് കുമാറിന് സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായി ബന്ധമുണ്ട്, അദ്ദേഹം ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ചില ആളുകളെ കാണാതായിട്ടുണ്ട്, അതിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഈ അദ്ദേഹത്തിന് ദാവൂദ് ഇബ്രാഹിമുമായി താരതമ്യം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭരണകക്ഷി MLA ആണ്. ഇവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഒരു ആശങ്ക ഈ സംസ്ഥാനത്തിലെ പോലീസ് സേനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ DGPയേക്കാൾ ശക്തനാണ് എന്ന് എല്ലാവർക്കും ഏതാണ്ട് ബോധ്യം വന്നിട്ടുള്ള ഈ ADGP, ക്രമസമാധാന ചുമതലയുള്ള ADGP, ഇദ്ദേഹമാണ് ഈ ആരോപണ വിധേയനായിട്ടുള്ളത്. ഇതൊരു ആശങ്കയാണ്. ഇതാണോ നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിന്റെ അവസ്ഥ എന്ന ആശങ്ക ഇവിടുത്തെ സാധാരണക്കാരിലാണ്. അത് മാത്രമല്ല, ഇപ്പോൾ PV അൻവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിൽ PV അൻവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഈ എടവണ്ണ കൊലക്കേസിനെ ഈ പോലീസിലെ പുഴുക്കുത്തുകളുമായി ബന്ധിപ്പിക്കുന്നതിനൊരു കാരണമുണ്ട്. അതുകൊണ്ടാണ് അത്രയും സമയം അത് കേട്ടുകൊണ്ടിരുന്നത്. അത് കൃത്യമായിട്ട് പോലീസ് എങ്ങനെയാണ് ഈ റിദാൻ ബാസിലിനെ, ആ യുവാവിന്റെ കൂട്ടുകാരൻ തന്നെയാണ് കൊലപാതകത്തിന് കാരണം എന്ന് സമർത്ഥിച്ചത് എന്ന് പോലീസ് അത് ആ രീതിയിൽ വരുത്തി തീർക്കുകയായിരുന്നു. ഷാൻ എന്നയാളാണ് കൊന്നത്, അത് റിദാൻ ബാസിലിന്റെ കൂട്ടുകാരനാണ്. അപ്പോൾ അത് പോലീസ് അതിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാൻ കാരണം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ സംഘത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടാണ് ഈ കേസ് ഇങ്ങനെ വഴിതിരിച്ചു വിട്ടത് എന്ന് ഒരു MLA തന്നെ, ഭരണപക്ഷ MLA തന്നെ കൃത്യമായിട്ട് പറയുകയാണ്. അത് മാത്രമല്ല, അതിനുള്ള തെളിവുകൾ ഹാജരാക്കുവാനും മൊഴി നൽകുവാനും താൻ തയ്യാറാണെന്ന് MLA പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം ഈ MLA വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമുക്കെല്ലാം മനസ്സിലാകുമല്ലോ. പാർട്ടി ഒരു പരിശോധനയും നടത്തുകയില്ല, സർക്കാർ നടത്തുന്ന ഈ അന്വേഷണത്തിൽ ആ MLAക്ക് വിശ്വാസമില്ല എന്നത് തന്നെയല്ലേ? അവിടെയാണ് ഇതിന്റെ പ്രശ്നം. സംസ്ഥാനത്തെ സംവിധാനങ്ങളിൽ ഭരണപക്ഷത്തെ MLAക്ക് വിശ്വാസമില്ല, അല്ലെങ്കിൽ ഭരണപക്ഷത്തെ MLA ഒരു പരാതി എഴുതി കൊടുത്താൽ പോലീസ് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്ന പരാതിയുണ്ട്. മാത്രവുമല്ല, കോഴിക്കോട് ജില്ലയിലെ മുക്കം, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ, അരീക്കാട്, എടവണ്ണ, നിലമ്പൂര്, ഇതൊക്കെ ഏതാണ്ട് ഒരു എന്താ പറയുക, ഒരു റേഞ്ചിൽപ്പെട്ട സ്ഥലങ്ങളാണ്, ഒരു മേഖലയിൽപ്പെട്ട സ്ഥലങ്ങളാണ്. ഇവിടെ കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണത്തിൻ്റെ പേരിലുള്ള തട്ടിക്കൊണ്ടുപോകൽ, ഹവാല ഡീലിങ്സ്, അതിൻ്റെ പേരിലുള്ള തട്ടിക്കൊണ്ടുപോകൽ, ആളുകളെ കാണാതാവൽ, ഇതൊക്കെ കഴിഞ്ഞ കുറച്ച് കാലമായി നടക്കുന്നുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ടും അവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ ഇപ്പോൾ അതിന് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും പങ്കുണ്ട് എന്ന് പറയുന്നു. അപ്പൊ എന്താണ് ഈ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നിലയുടെ പ്രശ്നം? മാത്രമല്ല, SP സുജിത് ദാസിനെ സംബന്ധിച്ച് മലപ്പുറം ജില്ലയിലെ ഒരു ASIയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പരാതി വന്നിട്ടുണ്ട്. ആ ASI ശ്രീകുമാർ ആത്മഹത്യ ചെയ്തത് ഈ സുജിത് ദാസിന്റെ നിരന്തരമായ മാനസികമായ പീഡനം കാരണമാണ് എന്നാണ് ആരോപണം. കുടുംബം ആരോപിക്കുന്നതാണ്. മാത്രമല്ല, ആത്മഹത്യാ കുറിപ്പ് പോലീസ് അതെന്താക്കിയെന്ന് ആർക്കും അറിയില്ല. ഒരാൾ ആത്മഹത്യ ചെയ്താൽ അതിലൊരു ആത്മഹത്യാ കുറിപ്പുണ്ടെങ്കിൽ ഒന്നുകിൽ പോലീസ് അത് ബന്ദോബസ്തിലെടുത്ത് അത് ഭദ്രമായി സൂക്ഷിക്കണം, അതല്ലെങ്കിൽ അത് കോടതിയിൽ ഹാജരാക്കണം. ഇത് രണ്ടും അവിടെ ചെയ്തിട്ടില്ല, അത് കാണാനില്ല എന്നാ കേൾക്കുന്ന. ഡയറികൾ വരെ എടുത്തോണ്ട് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന് വരെ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം സൃഷ്ടിച്ച ആളാണ് ഈ സുജിത് ദാസ് എന്നാണ് ആരോപണം. ഇപ്പൊ ഇങ്ങനെയാണോ നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് പ്രവർത്തിക്കേണ്ടത്? ഇതാണോ നമ്മുടെ സംസ്ഥാനത്തെ പോലീസിന്റെ അവസ്ഥ
ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരൻ എങ്ങനെ സുരക്ഷിതമായി ജീവിക്കും, അല്ലെങ്കിൽ സുരക്ഷിത ബോധമുണ്ടാവും? നാളെ ഒരു വിഷയം വന്നാൽ മലപ്പുറം ജില്ലയിലോ അതല്ലെങ്കിൽ ADGP ഈ അമ്മാർ അജിത് കുമാറാണല്ലോ ക്രമസമാധാന ചുമതല, അദ്ദേഹത്തിന്റെ കീഴിലുള്ള മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തോ ഒരു പരാതിയുമായി സാധാരണക്കാരൻ എങ്ങനെ പോകും? ആ ചോദ്യം തന്നെയാണ് PV അൻവർ ചോദിക്കുന്നത്. ഇപ്പോൾ ഈ പാർട്ടിയുടെ വിശദീകരണം വന്നതിന് ശേഷവും അൻവർ പറയുന്നത് സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ കള്ളക്കളികൾ നടക്കുന്നുണ്ട്, അതിൽ പോലീസിലെ ഒരു വലിയ വിഭാഗത്തിനാണ് ഇതിന്റെ ഉത്തരവാദിത്തം എന്നാണ്, അവരുടെ പിന്തുണയോടുകൂടി എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ റിദാൻ ബാസിലിന്റെ കാര്യം അൻവർ എടുത്തു പറയുന്നത്. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ അൻവർ പറയുന്നത് ഇങ്ങനെയുള്ള കള്ളക്കളികൾ നടക്കുന്നുണ്ട്, അതിൽ പോലീസിന് പങ്കുണ്ട് എന്നാണ്. ഇപ്പോൾ ശ്രീ ഷാജ് കിരൺ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഷാജ് കിരൺ അന്ന് വലിയ വിവാദത്തിൽപ്പെട്ടതാണ്. ഈ സ്വർണ്ണക്കടത്ത് കേസിന്റെ അന്വേഷണം വലിയ രീതിയിൽ നടക്കുന്ന സമയത്ത് അവിടെ MR അജിത് കുമാറും ഷാജ് കിരണും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. അവിടെ സ്വപ്ന സുരേഷിന്റെ മൊഴി മാറ്റിക്കാൻ വേണ്ടി MR അജിത് കുമാർ ഷാജ് കിരൺ വഴി ശ്രമം നടത്തി എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ MR അജിത് കുമാർ പിന്നീട് രക്ഷപ്പെടുകയായിരുന്നു, വലിയ പദവിയിലേക്ക് എത്തുകയായിരുന്നു. ഷാജ് കിരൺ, MR അജിത് കുമാർ ഇതുവരെ താങ്കളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യം പറയുന്നില്ല. ഇതിപ്പോൾ താങ്കളുടെ കയ്യിൽ കുറേയേറെ വാട്സപ്പ് ചാറ്റുകളുണ്ട്. യഥാർത്ഥത്തിൽ അന്ന് സ്വപ്ന സുരേഷുമായിട്ടുള്ള ഒരു ഡീലിംഗിന് വേണ്ടി MR അജിത് കുമാർ നിയോഗിച്ച ആളാണോ ഷാജ് കിരൺ? മഞ്ജുഷ്, ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. എന്റെ കയ്യിൽ യാതൊരു തരത്തിലുള്ള വാട്സപ്പ് ചാറ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എന്റെ രണ്ട് ഫോണുകളും അന്ന് എന്റെ കൂടെയുള്ള സുഹൃത്തായ ഇബ്രാഹിമിന്റെ ഫോണും കേരള പോലീസിന്റെ ഫോറൻസിക് ലാബിലാണുള്ളത്. ആ ഫോൺ ആ സമയത്ത് തന്നെ ഞാൻ കൈമാറിയിട്ടുള്ളതാണ്. എന്റെ ഒരു സാംസങ്ങിന്റെ S23യും അതുപോലെ തന്നെ ഒരു സാംസങ്ങിന്റെ തന്നെ A15ഉം പിന്നെ ഒരു OnePlus, ഈ 3 ഫോണുകളും കേരള പോലീസിന്റെ കയ്യിലാണുള്ളത്. അപ്പൊ അത് കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തന്നെ അന്ന് DGP അനിൽകാന്തിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊടുത്തതാണ്. ഇനി അങ്ങ് പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം പറയാം. ഞാൻ കൊച്ചിയിലെ മാധ്യമ പ്രവർത്തനം നടത്തിയ ഒരാളാണ്, FIR അടക്കമുള്ള പ്രോഗ്രാം ചെയ്ത ഒരാളാണ്. അപ്പം എനിക്ക് അന്ന് കൊച്ചിയിലെ എല്ലാ പോലീസ് ഓഫീസർമാരുമായും നല്ല ബന്ധമുണ്ട്. ഞാൻ ആദ്യം ഈ സ്വപ്ന സുരേഷുമായിട്ട് ഒരു ബിസിനസ് ഡീലുമായി ബന്ധപ്പെട്ടാണ്, ഒരു ലാൻഡ് ഡീലുമായി ബന്ധപ്പെട്ടാണ് ഇവരെ ബന്ധപ്പെടുന്നത്. അപ്പൊ ഇവര് മുഖ്യമന്ത്രിക്കെതിരെ പോകുന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. കാരണം അതെന്റെ വിഷയമല്ല, ഞാൻ ആ മാറ്റർ നോക്കിയിട്ടുമില്ല. പക്ഷെ ഇവർ 164 കോടതിയിൽ പോയി പറയുന്നു. എല്ലാവരെ പോലെ തന്നെ ഞാനും ചാനലിൽ കൂടെ മാത്രമാണ് അറിയുന്നത് ഇവർ 164 കൊടുക്കുന്ന കാര്യം. അപ്പൊ ഇത് കൊടുത്തപ്പോൾ ഞാൻ അവരുമായി ബന്ധപ്പെട്ടു, അവരോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്തരം കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ബിസിനസിനെ അത് ബാധിക്കും. അപ്പം ഈ കാര്യം അപ്പൊ അവരെന്നോട് അന്ന് പറഞ്ഞ കുറെ വിവാദപരമായ കാര്യങ്ങളുണ്ട്. അവരുടെ വക്കീലന്മാര് അതുപോലെ തന്നെ മറ്റു പല ആളുകളും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പല കാര്യങ്ങളും പറയുന്നതെന്ന്. അപ്പം ഇത് ഞാൻ കേട്ട ഉടനെ തന്നെ അന്നത്തെ ലോ ആൻഡ് ഓർഡർ ADGP അന്ന് വിജയ് സാക്കറെയാണ്, അദ്ദേഹത്തെയാണ് ആദ്യം ഞാൻ വിളിച്ചത്. പക്ഷെ അദ്ദേഹം ഫോൺ എടുത്തില്ല. പിന്നെ എനിക്ക് അടുത്ത ബന്ധമുണ്ട്, അതായത് ഈ മാധ്യമ പ്രവർത്തനം വഴി ബന്ധം ഉണ്ടായിരുന്നത് അന്നത്തെ വിജിലൻസ് ഡയറക്ടറായ MR അജിത് കുമാറാണ്. അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം പറയുന്നു. ഈ കാര്യം പറയുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് എന്റെ വിഷയത്തിൽപ്പെടുന്ന കാര്യമല്ല, എന്നാലും നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഈ 164 കൊടുത്ത് പിറ്റേ ദിവസം രാവിലെ പിന്നീടാണ് എന്നെ സ്വപ്ന വിളിക്കുന്നത്. ഫരിത്തിനെ ഒരു സംഘം ആളുകൾ വന്ന് വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി. അന്ന് അവർ പാലക്കാടാണ് താമസിക്കുന്നത്. ഒന്ന് പാലക്കാട് വരെ വരണം എന്ന് പറയുന്നു. അപ്പൊ ഞാൻ വീണ്ടും അജിത് സാറിനെ തന്നെ അന്ന് വിളിച്ചു. അജിത് സാർ അപ്പൊ എന്നോട് പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് അറിയില്ല, ഇത് ആരാണെന്നുള്ള കാര്യം അറിയില്ല, പരിശോധിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് 15 മിനിറ്റ് കഴിയുമ്പോൾ ഏഷ്യാനെറ്റിലും മനോരമയിലും വാർത്ത ബ്രേക്ക് ചെയ്യുന്നു, വിജിലൻസിന്റെ പാലക്കാട് യൂണിറ്റിലുള്ള ആളുകൾ വന്നാണ് പിടിച്ചുകൊണ്ടുപോയത്, അല്പസമയത്തിനുള്ളിൽ വിട്ടയക്കും എന്ന് പറഞ്ഞു. ഇത് കണ്ട ഉടനെ ഞാൻ വീണ്ടും അദ്ദേഹത്തെ വിളിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പിടിച്ചതാണ്, അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്കറിയില്ല, അത് കുറച്ച് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അത് വിജിലൻസ് അന്വേഷണം ഇല്ലായിരുന്നുവല്ലോ. പിന്നെ വിജിലൻസ് മേധാവി എന്തിനാണ് ഈ സ്വപ്ന സുരേഷിന്റെ കൂട്ടുകാരനെ പിടിക്കുന്നത്? അത് മഞ്ജുഷ് അതാ പറഞ്ഞത്, അത് എന്റെ വിഷയത്തിൽ പെടുന്ന കാര്യമല്ലല്ലോ. ഞാൻ ഇതിനകത്ത് എനിക്ക് അറിയാവുന്ന ഒരു കാര്യം അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ അതിന്റെ ബാക്കി കാര്യങ്ങളിലോ അതിന്റെ മെറിറ്റിലേക്കോ പോയിട്ടില്ല. പിന്നീട് ഞാൻ വൈകുന്നേരം പാലക്കാട് HRDSന്റെ ഓഫീസിലെത്തുകയും സ്വപ്നയെ കാണുകയും സംസാരിക്കുകയും, അപ്പൊ സ്വപ്ന എന്നോട് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ഞാനതിന്റെ 164 പാലക്കാട് കോടതിയിൽ കൊടുത്തിട്ടുമുണ്ട്. അപ്പം അതിനുശേഷം ഞാൻ അജിത് കുമാറിനെ വിളിച്ചു പറഞ്ഞു, എന്തൊക്കെയോ മാനിപ്പുലേഷൻ ആണ് നടക്കുന്നത്. ഈ ഷാജ് സ്വപ്ന സുരേഷിനെ കാണാൻ പോയത് HRDSന്റെ ഓഫീസിലാണല്ലോ അല്ലെ? അവിടെ ഇന്ന സമയത്ത് തന്നെ MR അജിത് കുമാറിന്റെ കോളുകൾ വന്നിരുന്നില്ലേ? ഇല്ല, അതിനിടയിൽ MR അജിത് കുമാർ എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ HRDSന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് MR അജിത് കുമാറിനെ വിളിച്ചത്. അതിനിടയിലൊന്നും അദ്ദേഹം എന്നെ വിളിച്ചിട്ടില്ല. അത് അക്കാര്യം താങ്കൾ അവിടെ HRDSന്റെ ചുമതല ഉണ്ടായിരുന്ന ആളുകളോട് പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഒരാൾ ആ രീതിയിലുള്ള ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ, ഇങ്ങനെ താങ്കൾ അവിടെ ഇരുന്ന സമയത്ത് വിളിച്ചിരുന്നു. സ്ഥാപനത്തെ കുറിച്ച് നിങ്ങൾ ആരും പറഞ്ഞോളാമല്ല, അവർക്കൊരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത സ്ഥാപനമാണ്. അവര് മുഖ്യമന്ത്രിയെ പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ വിഷയമല്ല. കാരണം ഞാൻ അതിന്റെ 164 പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്,
കാരണം സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങൾ ഇതൊന്നുമല്ല. മുഖ്യമന്ത്രിയെ പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് അവരെന്നോട് പറഞ്ഞത്. അത് ഞാൻ ഇപ്പോഴും അടിയുറച്ച് പറയുന്ന വേറെ ഒന്നും കൊണ്ടല്ല. അവർ പറഞ്ഞ കാര്യങ്ങൾ എന്റെ സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പേടിച്ചിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. അത് OnePlus ഫോണാണ്. ആ ഫോൺ ടെക്നിക്കലി റിക്കവർ ചെയ്യാവുന്ന സാധനമാണ്. അത് കേരള പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയുണ്ട്. അത് അവർക്ക് പരിശോധിച്ച് അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. ഇത് ചെയ്യണമെന്നാണ് അന്നത്തെ DGPക്ക് ഞങ്ങൾ കൊടുത്ത പരാതിയിൽ ഞങ്ങൾ പറയുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം, എന്നിട്ട് ഞാൻ കംപ്ലീറ്റ് മഞ്ജുഷ്, അതിനുശേഷം അദ്ദേഹത്തെ വിളിച്ചിങ്ങനെ കാര്യം പറഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം രാവിലെ സംഭവിക്കുന്നത്, ഒരു ഇടനിലക്കാരൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്ന സുരേഷ് ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കുന്നു. ആ ഹർജി കൊടുത്തതോട് വലിയ വാർത്താ വിവാദമായി മാറുകയും പിന്നീട് ഒരു ഘട്ടത്തിലും ഈ MR അജിത് കുമാറുമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തോടും ബന്ധപ്പെട്ടിട്ടില്ല. അദ്ദേഹം പലരോടും എന്നോടുള്ള വ്യക്തിപരമായ നീരസം വ്യക്തമാക്കുകയും ചെയ്തു. അതായത് ഞാൻ കാരണം അദ്ദേഹം കുഴപ്പത്തിലായെന്ന്. അപ്പം ഞാൻ പിന്നീട് അദ്ദേഹവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ പിന്നീട് 3 മാസം കഴിയുമ്പോൾ ഞാൻ കാണുന്ന കാര്യം, അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് മാറ്റിയിട്ട് ഒരു എക്സ്കേഡർ പദവിയിലേക്കാണ് വെച്ചത്. അത് കഴിഞ്ഞൊരു 3 മാസം കഴിയുമ്പോൾ അദ്ദേഹത്തിന് ലോ ആൻഡ് ഓർഡറിലേക്ക് തിരിച്ചെടുക്കുന്നു. അപ്പം എന്താണ് സംഭവിക്കുന്നത് എനിക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല. അല്ല, അതല്ലല്ലോ, താങ്കൾ അദ്ദേഹവുമായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ്, അദ്ദേഹത്താൽ നിയോഗിക്കപ്പെട്ട ഒരാളാണ്. അപ്പോൾ താങ്കൾക്ക് MR അജിത് കുമാറിന്റെ വളർച്ച എങ്ങനെയാണ് എന്ന് താങ്കൾക്ക് തന്നെ ഒരു വിലയിരുത്തൽ ഉണ്ടാകുമല്ലോ. അജിത് കുമാറിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് താങ്കൾക്ക് അറിയാമല്ലോ. ആ അവിടാണ് വ്യത്യാസം. ഞാൻ മഞ്ജുഷിനോട് പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? ഞാനാണ് അദ്ദേഹത്തെ ബന്ധപ്പെട്ടത്, അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടതല്ല. എനിക്ക് അദ്ദേഹവുമായി വ്യക്തിപരമായി പല ഘട്ടങ്ങളിലും ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരാളാണ്. പക്ഷേ ഞാനൊരു ഇൻഫർമേഷൻ അറിഞ്ഞു, അയാളോട് പറഞ്ഞു. അതിന്റെ പേരിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായ നഷ്ടങ്ങളുണ്ടായി, എനിക്ക് നഷ്ടമുണ്ടായി. പക്ഷെ എന്നെക്കുറിച്ച് അദ്ദേഹം പല സന്ദർഭങ്ങളിൽ പിന്നീട് നീരസം വ്യക്തമാക്കിയപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ഇപ്പോഴും അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞ് ഞാനാണ് അദ്ദേഹത്തെ ബന്ധപ്പെട്ടത്, അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. അത് എന്റെ 164 ഞാൻ പാലക്കാട് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതിനകത്ത് ഒന്നും അങ്ങനെയാണെങ്കിൽ വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം തെറിച്ചത് താങ്കൾ കാരണമാണെന്നാണോ? അതെ, അത് എന്നോട് ബന്ധപ്പെട്ട് അതിനകത്ത് ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയും. ഇപ്പൊ എന്റെ ചാറ്റ് പുറത്തു വന്നല്ലോ, അങ്ങ് പറയുന്നുണ്ടല്ലോ. ഈ ചാറ്റ് പുറത്തു വന്നത് ഞാൻ പുറത്തുവിട്ട ചാറ്റൊന്നുമല്ല. അന്നും എന്റെ CDR പുറത്തു വന്നത് എങ്ങനെയാണ് നിങ്ങൾ അന്വേഷിച്ചു നോക്കുക. ഞാനും അദ്ദേഹവും സംസാരിച്ച CDR പുറത്തു വന്നു. അന്നത്തെ ഇന്റലിജൻസിന്റെ കയ്യിൽ നിന്നാണ് ആ CDR പുറത്തു വന്നേക്കുന്നത്. അന്നത്തെയും പോലീസിന്റെ തമ്മിലുള്ള ചേരിപ്പോരിലാണ് ഈ വാർത്തകളൊക്കെ പുറത്തു വന്നേക്കുന്നത്. അതുപോലുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. അല്ല, ഈ സരിത്തിനെ കസ്റ്റഡിയിൽ എടുക്കുന്ന എന്തായാലും ആ ഫോണിൽ നിന്നുള്ള കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് വെളിയിൽ വരാതിരിക്കാനോ വേണ്ടിയാണല്ലോ. അവിടെ ഇടപെട്ടിരിക്കുന്ന MR അജിത് കുമാർ ആണല്ലോ. അത് മഞ്ജുഷ് എനിക്ക് ആ കാര്യങ്ങൾ അറിയില്ല. പറഞ്ഞാലേ പാലക്കാട് ഈ സ്വപ്ന സുരേഷിന്റെ അവിടെ നിന്ന് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഉള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. ആ സമയത്ത് ഞാൻ എറണാകുളത്താണ്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് ഞാൻ സ്വപ്നയെ കാണുമ്പോൾ സരിത്ത് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. സരിത്ത് അവസാന നിമിഷം വരുമ്പോഴത്തേക്ക് HRDS പല സ്വാമിമാരൊക്കെ വന്നു. ഞാൻ പിന്നെ അവിടെ നിന്നില്ല, ഞാൻ അറിയപ്പെടുന്നു. ഞാൻ സ്വപ്നയായിട്ട് മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. സരിത്തുമായിട്ട് ഈ വിഷയത്തിൽ ഞാൻ സംസാരിച്ചിട്ടില്ല. സ്വപ്ന ഈ കാര്യങ്ങൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുമില്ല. സ്വപ്ന എന്ന് പറഞ്ഞത് ഈ അന്ന് അവർ പറഞ്ഞ കാര്യങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അവർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി അതിലെ ആ സമയത്തെ വിവാദ നായകന്മാരുടെ വായിൽ നിന്ന് തന്നെ വരുന്നു എന്നാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഇപ്പോഴും പറഞ്ഞ എനിക്ക് സ്റ്റാൻഡുള്ള കാര്യങ്ങളെ ഞാൻ പറയാൻ പറ്റുമല്ല. സ്വപ്ന പറഞ്ഞ എല്ലാ മണ്ടത്തരങ്ങൾക്കും കൂട്ടു നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ചർച്ചയിൽ ഞാൻ സ്വപ്നയായിട്ട് സംസാരിക്കാൻ തയ്യാറായിരുന്നു. ആ നിമിഷം അവർ ഫോൺ കട്ട് ചെയ്ത് പോയി. അതിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ ആ നിമിഷം ഫോൺ കട്ട് ചെയ്ത് പോയി. ഞാൻ എന്റെ 164 കൊടുത്തിട്ടുണ്ട്. കാരണം ഇതേ ഫോൺ ചോദിച്ചു ED എന്നെ രണ്ടു വട്ടം ചോദ്യം ചെയ്തപ്പോൾ ED-ക്കാർ ഇതേ ഫോൺ ചോദിച്ചു. പക്ഷെ ഈ ഫോൺ എന്റെ കയ്യിലില്ല. ഫോറൻസിക്കിൽ ഇരിക്കുന്ന ഒരു ഫോണാണിത്. അപ്പോൾ താങ്കൾ കുറച്ചു മുമ്പ് പറയുകയുണ്ടായി MR അജിത് കുമാറിന് നേട്ടമുണ്ടായി, അദ്ദേഹം വലിയൊരു പദവിയിലേക്ക് വന്നു. ഞാൻ ഇപ്പോഴും അങ്ങോട്ട് പറയുന്ന ഒരു കാര്യം ചോദിക്കട്ടെ. ഞാനൊരു ജേർണലിസ്റ്റ് എന്നുള്ള ആംഗിളിൽ നിന്ന് എന്നെ മാറ്റി നിർത്തുക. ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് ബിസിനസ് പരമായ ഒരുപാട് നഷ്ടങ്ങൾ വന്നു. അദ്ദേഹം പേഴ്സണലി എന്നോട് കീപ്പ് ചെയ്ത റിലേഷൻഷിപ്പ് പോലും ഈ സംഭവത്തിന് ശേഷം സ്റ്റോപ്പ് ചെയ്തു. 3 മാസത്തെ അദ്ദേഹം വേറൊരു പദവിയിൽ മാറി. അതിനുശേഷം അദ്ദേഹം പിന്നീട് വരുന്ന പദവി എന്താണ് നിങ്ങൾ തന്നെ പറ. വിജിലൻസിൽ നിന്ന് മാറിയ ആൾ ലോ ആൻഡ് ഓർഡർ ADGP ആയിട്ട് വരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം PV അൻവർ പറഞ്ഞ് കണ്ടിട്ടാണ് ഞാൻ തന്നെ ഞെട്ടിയിട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് വലിയ വീട് മാളികയൊക്കെ ഉണ്ടെന്നുള്ളത്. എനിക്കറിയാവുന്ന MR അജിത് കുമാർ കറപ്റ്റഡ് അല്ലാത്ത സാധാരണ ഒരു മാരുതി 800 ഉള്ള ഓഫീസറായിട്ടാണ് ഞാൻ കരുതിയിരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ സാധാരണക്കാരെന്താ വിചാരിക്കേണ്ടത്? ശരി ഷാജ്. ജേക്കബ് ജോർജ്, അന്നത്തെ ആ സ്വർണ്ണക്കടത്ത് കേസിൽ എന്തിനാണ് MR അജിത് കുമാർ ഈ ഇടപെടലൊക്കെ നടത്തിയത് എന്നുള്ളത് അന്നേ ചർച്ചയായ കാര്യമാണ് വിജിലൻസ് മേധാവിയായിരുന്ന സമയത്ത്. അപ്പോൾ ഇപ്പോഴത്തെ MR അജിത് കുമാറിൻ്റെ ഒരു പദവിയും അതേപോലെ തന്നെ കിട്ടുന്ന സംരക്ഷണവും ഇതൊക്കെ പൊതുസമൂഹം കാണുമ്പോൾ അതങ്ങനെ വന്നുകൂടാത്തതാണ് അല്ലേ? ശരിക്കും പോലീസ് ഉദ്യോഗസ്ഥന് ഒരു വലിയ ലെവലിലുള്ള ഒരു ക്രെഡിബിലിറ്റി അത്യാവശ്യമാണ് മഞ്ജുഷ്. കാരണം പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാൻ കാക്കി ബൂട്ട് എന്നൊക്കെ പറയുന്നത് അധികാരമാണ്.
അധികാരം എന്ന് പറഞ്ഞാൽ ഒരു ബ്രൂട്ടൽ ഫോഴ്സാണ്. ആ ഫോഴ്സ് സാധാരണ ജനങ്ങളുടെ മേൽ പ്രയോഗിക്കുമ്പോൾ അതിന് തീർച്ചയായിട്ടും അതിനൊരു ക്രെഡിബിലിറ്റി വേണം, വിശ്വാസ്യത വേണം. അത് പ്രയോഗിക്കേണ്ടത് അതിന് അർഹതയുള്ള, എന്ന് വെച്ചാൽ കുറ്റക്കാരുടെ മേൽ മാത്രമേ ആ ഫോഴ്സ് ഉപയോഗിക്കാവൂ. ഇവിടെ ഇപ്പോൾ അൻവർ വെളിപ്പെടുത്തുന്നതും അതിഭീകരമാണ്. കേരളത്തിൽ ഒരിക്കലും നടന്നുകൂടാത്ത കാര്യമാണ്. ആ അൻവറിൻ്റെ ഭാഗം ശരിയാണെങ്കിൽ എന്നുള്ളത് ഞാൻ അടിവരയിട്ട് പറയുന്നു. അൻവറിനെ ഞാൻ വിശ്വസിക്കുകയല്ല. അൻവർ വളരെ ധൈര്യമായിട്ട് പറയുന്നു. അൻവറിൻ്റെ പറച്ചിലിന് അതിൻ്റേതായ വിശ്വാസ്യതയുണ്ട്. ഒരു പക്ഷേ കേരളം ഇന്ന് അൻവറിനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അൻവറിൻ്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കേരളം, സംശയമൊന്നുമില്ല. അതനുസരിച്ച് തന്നെയാണ് ഗവൺമെൻറ്റും പോലീസും. കാരണം ഓരോ ഉദ്യോഗസ്ഥനും എനിക്കറിയാമല്ലോ മഞ്ജുഷ, ഞാനൊക്കെ പത്രപ്രവർത്തനമായിരുന്നപ്പോൾ എനിക്ക് നല്ല ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ഒരു ഷെയ്ഡി ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് ഞാനൊരു ബന്ധവും ഉണ്ടാക്കിയിട്ടില്ല. അല്ലാത്തവരുമായിട്ട് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഒരു കാലഘട്ടത്തിലും ഇപ്പോഴത്തെ ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഒന്നും എനിക്കൊരു ബന്ധം ഉണ്ടായിട്ടില്ല. പക്ഷേ റിട്ടയർഡ് DGPമാർ, പി ശശി മുമ്പ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് താങ്കൾ മാധ്യമപ്രവർത്തനം നടത്തിയിരുന്നയാളാണ്. അന്നും ശശിക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നു. ഇന്നും ശശിക്കെതിരെ അതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ വരികയാണ്. ഇപ്പോഴും സൂപ്പർ മുഖ്യമന്ത്രി എന്നുള്ള പേരിലേക്കാണ് ശശിയുടെ പേര് വരുന്നത്. ശശി അങ്ങനെയാണ്. ശശി എന്ന് പറഞ്ഞാൽ ശശി ഒരു പവർ സെൻറ്ററാണ് മഞ്ജുഷ്. വ്യക്തിപരമായിട്ട് ശശിയെക്കുറിച്ച് എനിക്ക് യാതൊരു എതിരഭിപ്രായവുമില്ല. ശശി ഒരു പവർ സെൻറ്ററാണ് എന്ന് പറയുന്നതിനർത്ഥം പണ്ട് SFIയിൽ CP ജോൺ, ഇപ്പോഴത്തെ UDF നേതാവ്, CMP നേതാവ് CP ജോൺ SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നപ്പോൾ ശശിയായിരുന്നു സെക്രട്ടറി. ഇവർ രണ്ടുപേരും ഉണ്ടല്ലോ കേരള രാഷ്ട്രീയത്തിൽ അതീവ ബുദ്ധിശാലികളായ നേതാക്കന്മാരാണ്. ഇന്ന് രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണ്. ശശി CPMൻ്റെ പ്രധാനപ്പെട്ട സ്ഥലത്ത് അധികാര കേന്ദ്രത്തിൻ്റെ തലപ്പത്തിരിക്കുന്നു. CP ജോൺ ഇന്ന് UDFൻ്റെ ഒരു ബുദ്ധികേന്ദ്രമാണ്, UDFിലെ ഒരു ബുദ്ധികേന്ദ്രം തന്നെയാണ്, യാതൊരു സംശയമില്ല. CP ജോണിനെ എനിക്കറിയാൻ നല്ല വ്യക്തിപരമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട് ഇപ്പോഴും. അപ്പോൾ ഇവർ തമ്മിൽ അന്ന് SFIയുടെ ഒരു നേതൃത്വം ഒരു ശക്തമായ നേതൃത്വമായിരുന്നു, ശക്തിയുള്ള നേതൃത്വമായിരുന്നു. അതിന് കാരണം ഇവർ തമ്മിലുള്ള കോമ്പിനേഷനാണ്. രണ്ട് ബുദ്ധിയുള്ള രണ്ട് യുവ നേതാക്കന്മാരുടെ ഒരു കോമ്പിനേഷനായിരുന്നു. ശശിക്ക് തീർച്ചയായിട്ടും ആ ഒരു ധൈര്യമുണ്ട്, ആ ഒരു ശക്തിയുണ്ട്, അധികാരമുണ്ട്, അധികാരം പ്രയോഗിക്കാനും അറിയാം. അത് എങ്ങനെ ഇതിനകത്ത് ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ശശി അറിഞ്ഞിട്ടാണോ MR അജിത് കുമാർ അൻവർ പറയുന്ന രീതിയിൽ ഇടപെട്ടിട്ടുള്ളത്, അതോ ശശി അറിയാതെയാണോ? ഇതാണ് മഞ്ജുഷ് ഇപ്പോഴത്തെ ചോദ്യം. അല്ലല്ല, ഇതിപ്പോൾ PV അൻവർ ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ P ശശിയെ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ആ പരാതിയും പോകുന്നുണ്ട്. പക്ഷെ പാർട്ടി സെക്രട്ടറി പറയുന്നത് ശശിക്കെതിരെ പരാതി വന്നിട്ടില്ല എന്ന്. ഒരു കാര്യം കൂടി, ഞാൻ ഡോക്ടർ B ജയരാജിലേക്ക് പോവുകയാണ്. ഭരണതലത്തിലെ വീഴ്ചയാണ് അൻവർ ചൂണ്ടിക്കാണിച്ചത് എന്ന് പറയുമ്പോൾ അത് ഈ ഉദ്യോഗസ്ഥ തലത്തിൽ ഈ പറയുന്ന പോലീസ് സംവിധാനത്തിലെ കാര്യം മാത്രമാണോ? MV ഗോവിന്ദൻ അതിലേക്ക് ചുരുക്കുകയാണോ? ഭരണതലം എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിൽ വരുന്നുണ്ടല്ലോ, പൊളിറ്റിക്കൽ സെക്രട്ടറി വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് പാർട്ടി തലത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് P ശശി അങ്ങ് ഒഴിവാക്കുകയാണോ ചെയ്യുന്നത്? MV ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ഭരണതലത്തിൽ അതിന് അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് മഞ്ജുഷേ. അത് പക്ഷേ MR അജിത് കുമാറിനെതിരെയാണ്. അതെ, ഭരണതലത്തിൽ നടക്കുന്ന അന്വേഷണം MR അജിത് കുമാറിനെതിരെ, സുനിൽദാസിനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു, ആദ്യത്തെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. ADGPയെ എനിക്ക് തോന്നുന്നു ADGPക്ക് അങ്ങനെ ഇത്രയും ആരോപണം കേട്ടിട്ട് കേരളത്തിൽ അധിക ദിവസം ആ സ്ഥാനത്ത് തുടരാനാവില്ല എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ നമുക്ക് ദിവസങ്ങൾ കഴിഞ്ഞ് കാത്തിരിക്കാം. അയാളെ അതിനു മാത്രം രക്ഷിക്കത്തക്കവണ്ണം മാറ്റേണ്ടതാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. പക്ഷെ അൻവർ ഇപ്പോൾ കണ്ടില്ലേ, MV ഗോവിന്ദൻ പറഞ്ഞു കഴിഞ്ഞ് അത് കാത്തു നിൽക്കുന്നത് പോലെ തൊട്ടടുത്ത നിമിഷം വാർത്താ സമ്മേളനം നടത്തുന്നു. അതിൽ പോലീസിന്റെ വീഴ്ചകൾ എണ്ണി പറയുകയാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് മഞ്ജുഷ്. കഴിഞ്ഞ തവണ പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും അതിനെ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്തുകൊണ്ടാണ് അൻവർ ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ആദ്യം റിദാൻ ബാസിലിന്റെ കാര്യം പറയുന്നു, പിന്നീട് മറ്റു സ്വർണ്ണക്കടത്ത് കാര്യങ്ങൾ പറയുന്നു. ഇതെല്ലാം അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ B ജയരാജ്, ഇത് ഓരോ നിമിഷവും അൻവർ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ അത് ചെന്നുകൊള്ളുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മുകളിലാണ്. ഈ ടൈൻറ്റഡ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രം തൊട്ട്, പോലീസ് ഫോഴ്സിന്റെ ചരിത്രം തൊട്ട് പലപ്പോഴും ഈ ഭരണവർഗത്തിന്റെ മർദ്ദനോപാധികളായിട്ടാണ് ഈ പോലീസ് ഫോഴ്സ്. നേരത്തെ ജേക്കബ് ജോർജ് സാർ പറഞ്ഞതുപോലെ അത് ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള ഒരു ഫോഴ്സാണ്. അത് ഏത് എക്സ്റ്റെന്റ് വരെയും പോവാം, നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, അതുപോലെ തന്നെ തിന്മയ്ക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള
നല്ല ഓഫീസർമാരുണ്ട്, ചീത്ത ഓഫീസർമാരുണ്ട്, ബാലൻസിംഗ് ആക്ട് കളിക്കുന്നവരുണ്ട്, അപാര അക്രോബാറ്റിക്സ് അറിയാവുന്നവരും പോലീസ് സേനയിലുണ്ടെന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളുടെ ഇടപെടലുകൾ, ഈ ഇടപെടലുകൾ ഏതറ്റം വരെ പോകുമെന്നുള്ള കാര്യം കണ്ടിട്ട് കേരള ജനത ആകെപ്പാടെ ഞെട്ടിത്തരിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ് അൻവറിന്റെ ഈ വിസിൽ ബ്ലോയിങ് നടക്കുന്നത്. ഈ വിസിൽ ബ്ലോയിങ്ങോട് കൂടി നമുക്ക് ആകെപ്പാടുള്ള ലോ ആൻഡ് ഓർഡറിൽ ചില പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം വരുന്നുണ്ട്. നമ്മൾ ഞെട്ടിപ്പോവുകയാണ് പല കാര്യങ്ങളും കേട്ടപ്പോൾ. ഉദാഹരണത്തിന് ഈ പറഞ്ഞ കണക്കുള്ള റിദാന്റെ മരണം, അതിനോടൊപ്പം തന്നെ താമിർ ജഫ്രിയുടെ മരണം. ഈ താമിർ ജഫ്രിയുടെ മരണം അതിന്റെ വാട്സപ്പ് സന്ദേശത്തിൽ കേട്ടത് മയക്കുമരുന്ന് വിഴുങ്ങി വയറ്റിനുള്ളിൽ പൊട്ടിയെന്നാണ്. ഇതിനകത്ത് ഈ റിയാസ് എന്ന് പറഞ്ഞ റിദാൻ ഫാസിലിന്റെ അത് അൻവർ പറയുന്നുണ്ട്, അതിനകത്ത് MDMA ആയിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ സമൂഹത്തിൽ എത്രമാത്രം ഡ്രഗ് മാഫിയ ഇറങ്ങി കളി തുടങ്ങി, എത്രമാത്രം ഏത് എക്സ്റ്റെന്റ് വരെ നമ്മളുടെ ചെറുപ്പക്കാരെ അത് ബാധിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞത് നേരത്തെ ശ്രീ VP ശ്രീപത്മനാഭൻ പറഞ്ഞത് കണക്കുപോലെ ഒരു പ്രത്യേക പോക്കറ്റുകളിൽ ഒതുങ്ങി നിൽക്കുന്നത് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത് ധാരാളമായി ബാധിച്ചിട്ടുണ്ട്. കേരള സമൂഹത്തിൽ ഒരു ക്യാൻസറസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതിന് എങ്ങനെ പോകുമെന്നൊന്നും നമുക്കത് പറയാൻ പറ്റില്ല. ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനും പരിധികളുണ്ട്. ഒരിക്കലും ഈ ഡ്രഗ് ഉപയോഗിക്കുന്നവർ ഇതിന്റെ സോഴ്സ് പറയാറില്ല. എത്രയൊക്കെ ശ്രമിച്ചാലും അവരുടെ സോഴ്സ് കണ്ടുപിടിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വളരെ കുഞ്ഞ പ്രായത്തിൽ തന്നെ ആ താമിർ ഉന്നയിച്ചു എന്നതാണ് അതിന്റെ മെറിറ്റിൽ തന്നെ എടുക്കണം എന്ന് ഒരാവശ്യം വരാൻ കാരണം. അതിന് മടിക്കുന്നത് എന്നാണ് ഇപ്പോൾ അൻവറിന് ഇത് പാർട്ടി വേദികളിൽ ഉന്നയിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ പ്രതിരോധം തീർക്കാൻ വരുന്നത്. ശ്രീ VP ശ്രീപത്മനാഭൻ, ഇതിലെല്ലാം ഈ സ്വർണ്ണക്കടത്തുമായി അൻവർ ബന്ധിപ്പിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും CPM-ന്റെ അതിനുള്ള ഒരു പ്രതിരോധം എന്ന രീതിയിൽ വരിക. സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാരാണല്ലോ അന്വേഷിക്കേണ്ടത്. ഈ വിവാദമായ ഈ നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് അന്വേഷിച്ചതാണല്ലോ, ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നതുമാണല്ലോ. ഒരു മിനിറ്റ് മഞ്ജുഷ്, ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഇതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ള ഒരേ ഒരു വസ്തുത എന്ന് പറയുന്നത് ഓക്കെ ശരി, VP ശ്രീപത്മനാഭൻ പറഞ്ഞോളൂ. ഡോക്ടർ B ജയരാജ് എന്താണ് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്? പറഞ്ഞോളൂ. പ്രധാനമായിട്ടും ഇതിന്റെ ഒരു വിഷയം അദ്ദേഹം പറയട്ടെ. ഇതിനകത്ത് നമ്മൾ പ്രജുഡിസ്ഡ് ആയിട്ട് ഒരു സ്റ്റാൻഡ് എടുത്തിട്ട് കാര്യമില്ല. നമുക്ക് ജമ്പിങ് ഇൻ ടു കൺക്ലൂഷനിലോട്ട് നടക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് വളരെ ഈ ഭരണപക്ഷത്തുനിന്ന് ഒരു ആരോപണം, ഒരു MLA ആരോപണം ഉന്നയിക്കുന്നത് നടപടിയൊന്നുമല്ല. ഇതിനു മുമ്പ് നടന്ന പല സർക്കാരുകളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ എത്ര MLA-മാരാണ് കഴിഞ്ഞ മന്ത്രിസഭയിൽ ആരോപണം ഉന്നയിച്ചത്? അതിന് മുമ്പിലത്തെ മന്ത്രിസഭയിൽ എത്ര പേരാണ്? കെ കരുണാകരന് താഴെയിട്ടത് എത്ര പേരുടെ ആരോപണങ്ങളാണ്? നമ്മളിപ്പോൾ സ്പൈസ് ഫ്രം ദ സ്കൈ എന്നൊക്കെ പറയുന്ന ആ കേസ്, നമ്പി നാരായണന്റെ കേസൊക്കെ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്രമാത്രം ആരോപണങ്ങളാണ് ഭരണപക്ഷത്തുനിന്ന് തന്നെ വന്നിട്ടുള്ളത്. ഇതെങ്ങാണ് പ്രതിപക്ഷം കൊണ്ടുവന്ന ആരോപണങ്ങളാണോ? അതുപോലെ ഭരണപക്ഷത്തുനിന്നും പ്രതിപക്ഷത്തുനിന്നും വിസിൽ ബ്ലോവേഴ്സ് ഉണ്ടാവുന്നത് ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികമാണ്. അതിനെ ഒരു ഭയങ്കര അത്ഭുതകരമായിട്ട് കാര്യമായിട്ട് കാണേണ്ടുന്ന കാര്യമൊന്നുമില്ല. അത് പ്രോപ്പർ ആക്സസ് കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ അല്ലല്ല, മുൻപൊക്കെ ഇതിനെക്കുറിച്ച് നിസ്സാരം എന്ന മട്ടിൽ കൈകാര്യം ചെയ്യുന്നു, അത് മാത്രമേ പറയുന്നുള്ളൂ. ഒരു നിസ്സാരം എന്ന മട്ടിൽ കൈകാര്യം ചെയ്യുന്നുവെന്ന് എല്ലാവർക്കും ബോധ്യമാണ്. അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഗൗരവമുള്ള കാര്യങ്ങളുടെ പേര് വെറുതെ വാക്കിലേ പറയുന്നുള്ളൂ, വാക്കിൽ മാത്രമേ പറയുന്നുള്ളൂ. ശ്രീ VP ശ്രീപത്മനാഭൻ. അല്ല, ഇതെന്താ വിഷയം? ഇപ്പോ സ്വർണ്ണ കള്ളക്കടത്ത് എന്ന് പറയുന്നത് പണ്ട് നടക്കുന്നുണ്ട്. അത് നമ്മളെ ഇന്ത്യയിലെ സ്വർണ്ണവിലയും വിദേശത്തിലെ സ്വർണ്ണവിലയും തമ്മിലൊരു അന്തരത്തിന്റെ വിഷയമാണ്. ഇപ്പൊ അത് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ 1 കിലോ സ്വർണം കേരളത്തിലേക്ക് കടത്തിയാൽ, ഇന്ത്യയിലേക്ക് കടത്തിയാൽ 10 ലക്ഷം രൂപ ലാഭം ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ നികുതി കുറച്ചതുകൊണ്ട് അത് 4 ലക്ഷമായി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അത്ര ലുക്രേറ്റീവ് അല്ല ഇനി അങ്ങോട്ട്. നേരത്തെയും ഈ വിഷയം ഉണ്ടായിരുന്നു. നികുതി കുറഞ്ഞപ്പോൾ, നികുതി കൂടിയപ്പോഴാണ് ഈ വിഷയം ഉണ്ടായത്. പക്ഷെ അതുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്തല്ല വിഷയം. സ്വർണ്ണക്കള്ളക്കടത്തിന് ആരൊക്കെ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് വിഷയം. ആദ്യ റൗണ്ടിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ജയിലിൽ പോയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻവോൾവ് ആണെന്ന് വന്നു, അങ്ങോട്ട് ജയിലിൽ പോയി.
ഇപ്പോൾ ADGP ഇൻവോൾവ് ആണെന്ന് ഭരണകക്ഷി MLA പറയുന്നു. ഇങ്ങനത്തെ വലിയ വലിയ ആളുകൾ, വൻ സ്രാവുകൾ, അതും ഉന്നത ഉദ്യോഗസ്ഥ തലങ്ങളിൽ വിരാജിക്കുന്നവർ ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ അറിയോ? ഇതിന്റെ തെളിവുകൾ കണ്ടെത്താൻ, ഇതിന്റെ അടിവേരൊക്കെ ചെകഞ്ഞെടുക്കാനൊക്കെ ഒന്നത് ബുദ്ധിമുട്ടായിരിക്കും, രണ്ടത് ടൈം കൺസ്യൂം ആവും, സമയമെടുക്കും. കാരണം ഈ തലയ്ക്കകത്ത് ഉള്ള ആളുകൾ കുറ്റകൃത്യം ചെയ്യുമ്പോൾ അന്വേഷിച്ചു വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഏജൻസിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അത് സമയമെടുക്കും. കാരണം ഇവരൊക്കെ അതിബുദ്ധിമാന്മാരായ, വിദ്യാഭ്യാസമുള്ള, സ്വാധീനമുള്ള, തെളിവെങ്ങനെ നശിപ്പിക്കണമെന്ന് കൃത്യമായ അറിവുള്ള ആളുകൾ ചെയ്യുമ്പോൾ അതിന് സമയമെടുക്കും. അപ്പൊ അത് ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അപ്പൊ ആ രീതിയിൽ അതിനെ കാണണം. അപ്പൊ അതുകൊണ്ട് ഇത് ഇപ്പോ നമ്മൾ നാളെ ഇത് മുഴുവൻ തെളിയുമെന്നൊന്നും ആരും വിശ്വസിക്കേണ്ട. അങ്ങനെ ഒരു വിശ്വാസവും നമുക്കാർക്കും വേണ്ട. പക്ഷേ ഇത്തരത്തിലുള്ള വെളിപാടുകൾ വരുമ്പോൾ സമൂഹത്തിലുണ്ടാവുന്ന ആശങ്ക പരിഹരിക്കണം. എൻ്റെ വിഷയം അതാണ്. ഈ സംസ്ഥാന സർക്കാർ ആശങ്ക പരിഹരിക്കണം. ഇത് 2ാം വട്ടമാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ശേഷം സംസ്ഥാനത്തിന്റെ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGP ഈ ആരോപണ വിധേയനാവുമ്പോൾ അത് സമൂഹത്തിലുണ്ടാക്കുന്ന ആശങ്ക അത് പരിഹരിക്കണം. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. അല്ലാണ്ട് ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനം നടത്തിയോ, പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപണമുണ്ട്, ഇതൊന്നും സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല. അത് അവരുടെ പാർട്ടിയുടെ പ്രശ്നം, അവരെന്തും ചെയ്യട്ടെ. പക്ഷേ ഇത്രയും വലിയ തോതിലുള്ള ഇടപാടാണ് ഇവിടെ ഉന്നത നിലവാരമുള്ള ആളുകൾ നടത്തുന്നത്. അതിഗുരുതരമായ നിയമലംഘനമാണ്, സമൂഹത്തെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്യുന്നത് എന്നത് പുറത്തു വരുമ്പോൾ ഉണ്ടാവുന്ന സാധാരണക്കാരൻ, ദി കോമൺ മാൻ ഓൺ ദി സ്ട്രീറ്റ്, അവനുണ്ടാവുന്ന ഒരു ആശങ്കയുണ്ട്. അത് പരിഹരിക്കാൻ എന്താ നടപടി എടുക്കുക? ഒരു നടപടിയും എടുത്തിട്ടില്ല. ഒരു അന്വേഷണം മാത്രം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പക്ഷേ ഈ MR അജിത് കുമാറിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ, താഴ്ന്ന റാങ്കുള്ള ഉദ്യോഗസ്ഥർ ആ അന്വേഷണ സംഘത്തിൽ ഉണ്ട്. അവരന്വേഷിച്ച് എവിടെ വരെ ഈ അന്വേഷണം കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ളതാണ്. ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: MR അജിത് കുമാറിന്റെ തൊപ്പി കാക്കുന്നത് സ്വർണ്ണക്കടത്ത് ഡീലോ? അതെ എന്ന് 90% പ്രേക്ഷകർ, അല്ല എന്ന് 6%. വരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 43 കുറ്റപത്രം സമർപ്പിക്കേണ്ട